നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവരത് സോഷ്യൽ മീഡിയകളിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ താഴെയും ഒക്കെയായിട്ട് രേഖപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കുള്ളൊരു ഒപ്പീനിയൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ്. ഇന്ത്യയുടെ അണ്ടർ-17 വേൾഡ് കപ്പ് ടീമിലൊക്കെ ഇടം പിടിച്ച് മികച്ച പ്രകടനം നടത്തിയ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് മിന്നും പ്രകടനം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏറെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കളിക്കാരനാണ് രാഹുൽ കെ പി എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹം ആ പ്രതിഭക്കൊത്ത പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. എന്നാൽ ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചില മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ അവസാന സമയത്തൊക്കെ ആകുമ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ പലരും തൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രമുഖ മാധ്യമം നടത്തിയ വിമർശനം വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു. അതിന് കൈയടിക്കാനൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. നമ്മൾ അന്ന് തന്നെ അതിലെ വാക്കുകൾ, ഉപയോഗിച്ച വാക്കുകൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പറയുകയാണ്, രാഹുൽ കെ പിയെ പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പാഴ് കളിക്കാരനെ കളിപ്പിക്കുന്നതിന് മാനേജ്മെൻറ്റിന് ഇങ്ങോട്ട് ക്യാഷ് കൊടുക്കണമെന്ന്. സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്ത കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്തും എഴുതി വിടുന്നവർ. അങ്ങനെയുള്ളവരുടെ ഭാഷ അതുപോലെ എടുത്ത് എങ്ങനെയാണ് ഒരു പ്രമുഖ ചാനലിൽ ഒരു അവതാരകന് ഒരു താരത്തെ വിമർശിച്ചുകൊണ്ടുള്ളൊരു പരിപാടി അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുന്നത്, ആ ഭാഷ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത്? അങ്ങനെ ഒരാളെ ഇത്തരത്തിൽ പറയാൻ നിങ്ങൾക്കൊക്കെ എന്ത് അവകാശമാണുള്ളത്? വിമർശനമാവാം, സ്വാഭാവികം. ഇത് പബ്ലിക് പെർഫോമൻസ് ആണല്ലോ, അതുകൊണ്ട് വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിന് അതിൻ്റേതായ രീതിയുണ്ട്, അതിൻ്റേതായ ഭാഷയുണ്ട്. ഇതിങ്ങനെ മുഖമില്ലാതെ എന്തും വിളിച്ചു പറയുന്നവൻ്റെ അതേ ഭാഷ പ്രമുഖ ചാനലിലിരുന്ന് കടമെടുത്ത് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മളത് അന്നേ പറഞ്ഞതാണ്. വീണ്ടും രാഹുൽ കെ പി ഇവിടം വിട്ട് പോയി എന്നുള്ള വാർത്ത വരുമ്പോൾ അത് തന്നെയാണ് ഓർമ്മയിൽ വരുന്നത്. ഒരു മനുഷ്യനെ ഇത്രയധികം ഇകഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും പ്രകടനം സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടും, അത് വിലയിരുത്തപ്പെടണം. അങ്ങനെയാണ് പബ്ലിക് പെർഫോമൻസുകളൊക്കെ. അതിന് രാഹുലിനും എതിർപ്പൊന്നും ഉണ്ടാവില്ല, പെർഫോമൻസ് ആ അർത്ഥത്തിൽ വിലയിരുത്തുന്നതിൽ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കളിച്ചത് 89 മത്സരങ്ങളാണ്. 5 വർഷക്കാലം കൊണ്ട് 89 മത്സരങ്ങൾ, 9 ഗോളുകളും 5 അസിസ്റ്റുകളും, 14 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ആകെ 5 സീസണിൽ. ഇതല്ല രാഹുൽ കെ പിയെ പോലുള്ള ടാലൻറ്റഡ് ആയ ഒരു പ്ലെയറിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചിരുന്നത്, ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. അത് യാഥാർത്ഥ്യമാണ്. വിമർശനങ്ങൾ വരും, അത് അതിൻ്റേതായ രീതിയിലാവണം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹത്തിന് അത്രയധികം അവസരങ്ങളൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടുകൂടി ആവണം അദ്ദേഹം ഈ ഒരു ട്രാൻസ്ഫറിലേക്ക് കടന്നിട്ടുണ്ടാവുക. ഒഡീഷ എഫ് സിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സൂപ്പർ ഹാപ്പിയാണ് എന്ന്. അവിടുത്തെ കോച്ച് സെർജിയോ ലൊബേറയും പറയുന്നുണ്ട്, വളരെ ഹാപ്പിയാണ് രാഹുലിനെ പോലൊരു കളിക്കാരനെ ലഭിച്ചതിലെന്ന്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ വളരെ ഫിറ്റായിട്ടുള്ളൊരു പ്രൊഫൈലാണ് രാഹുൽ കെ പിയുടേത് എന്നും ലൊബേറോ പറയുന്നുണ്ട്. അവിടെ രാഹുലിന് മിന്നും പ്രകടനം നടത്താൻ കഴിയട്ടെ. പ്രതീക്ഷയുടെ അമിത ഭാരമില്ലാതെ, ഇങ്ങനെയുള്ള വലിയ ക്രിറ്റിസിസങ്ങളില്ലാതെ വളരെ ഫ്രീ ആയിട്ട് രാഹുലിന് രാഹുലായി കളിക്കാൻ പറ്റട്ടെ. അതിൻ്റെ റിസൾട്ടും ഉണ്ടാവട്ടെ. ഇനി നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. നോക്കുക, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ 3 സീസണുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. സഹൽ അബ്ദുൽ സമദ് മോസ്റ്റ് ക്യാപ്ഡ് പ്ലെയർ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ. 100 മത്സരങ്ങളിലേക്ക് എത്തിയേനെ, പക്ഷേ 97 മത്സരങ്ങളായപ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ജീക്സണെ പറഞ്ഞു വിട്ടു. 86 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരുന്നു.
ഇപ്പോൾ രാഹുൽ കെ പി പോകുന്നു, 89 മത്സരങ്ങൾ കളിച്ചു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച 3 താരങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. ഇനി അടുത്തത് ആരാണെന്നുള്ള ചോദ്യമാണ്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മോസ്റ്റ് ക്യാപ്ഡ് പ്ലെയർ ആരാണെന്ന് അറിയണ്ടേ? അത് അഡ്രിയാൻ ലൂണയാണ്. അദ്ദേഹം പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ രാഹുൽ കെ പി പോകുമ്പോൾ റൈറ്റ് വിങ്ങിൽ ഒരു സ്പേസ് ഓപ്പൺ അപ്പ് ആവുകയാണ്. അതിലേക്ക് ഒത്തൊരു പകരക്കാരനെ കൊണ്ടുവരണം. അല്ലാതെ കോറുവിനെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണോ അധികൃതർ വിചാരിക്കുന്നത്? അപ്പോൾ അതിനൊത്ത റീപ്ലേസ്മെൻറ്റ് വരണം. ഒരുപക്ഷെ നാഷണൽ ടീമിൽ കളിക്കുന്ന നിലവാരമുള്ള തരത്തിലുള്ള താരങ്ങളെ തന്നെ കൊണ്ടുവരണം. സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് വിമർശനങ്ങളുണ്ട്, അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പരിഹാരം വേണം. മികച്ച താരത്തെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്ലാസ്റ്റേഴ്സിന് അതിന് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരങ്ങൾ അങ്ങനെ പോവുകയാണ്. പോകുന്നവരൊക്കെ പെട്ടെന്ന് പോകുന്നു, എന്നാൽ വരുന്നതൊന്നും കാണുന്നുമില്ല. വരും, വരാതിരിക്കില്ല, കാരണം ഇത് ഫില്ല് ചെയ്യണമല്ലോ ഈ സ്പോട്ടൊക്കെ. പക്ഷെ അതെപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഭാഗത്താണോ കൊണ്ടുവരാൻ കരുതുന്നത്? നമുക്ക് പ്രബീർ ദാസ് ഇന്ന് മുംബൈ സിറ്റി FC ബെഞ്ചിലുണ്ട്, സ്ക്വാഡിലുണ്ട്. യെസ്, ഇവിടെ നിന്ന് അങ്ങ് പോയിട്ടേ ഉള്ളൂ. കാണണം നിങ്ങൾ. അപ്പോൾ ഇതൊരു ഷോർട്ട് ലീഗാണ്. ജനുവരി അവസാനം വരെയൊക്കെ കാത്തിരുന്നാൽ പിന്നെ എത്ര സമയമാവും ഉണ്ടാവുക എന്ന് നോക്കണം. വൈകി താരങ്ങളെ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ സ്ക്വാഡുമായിട്ട് ഇണങ്ങാൻ സമയമില്ല, അപ്പോൾ അവരുടെ പെർഫോമൻസ് സിങ്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മുറവിളി കൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. പോകുന്നവരെ പെട്ടെന്ന് പറഞ്ഞു വിടുന്ന പോലെ കൊണ്ടുവരേണ്ടവരെയും അതുപോലെ കൊണ്ടുവന്നെങ്കിലേ കാര്യങ്ങൾ ശരിയാവൂ എന്നുള്ളത് ഓർക്കുന്നത് നന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കഴിഞ്ഞിട്ട് താരങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടല്ലോ, 2 റെഡ് കാർഡ്, പിന്നെ ഡാനിഷിന് സസ്പെൻഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പറഞ്ഞിരുന്നല്ലോ, പുരുഷോത്തമൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് 27 താരങ്ങളുള്ള സ്ക്വാഡാണുള്ളത്. ഇപ്പോൾ 2 താരങ്ങൾ പോയി കഴിഞ്ഞാലും ബാക്കിയുള്ളവർ സ്റ്റെപ്പപ്പ് ചെയ്യും, എനിക്ക് അവരിൽ വിശ്വാസമുണ്ടെന്ന്. ഇപ്പോൾ 27 താരങ്ങളൊന്നുമില്ല. നോക്കുക, 3 പേര് ഇപ്പോൾ സസ്പെൻഡഡാണ്, ഡാനിഷും പിന്നെ ഇന്നലെ റെഡ് കിട്ടിയ 2 പേരും. പിന്നെ 2 താരങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. യെസ്, പ്രബീറും പോയി, നമ്മുടെ താരം രാഹുൽ കെ പിയും പോയി. ജോഷ സെറ്റൂരിയ പോയെങ്കിലും അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ 2 താരങ്ങൾ ഇഞ്ചുവേർഡാണ്, ഹിമനസും വിപിനും. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ളത് 20 പേരേ ഉള്ളൂ എന്നുള്ളത് ഓർക്കുന്നത് നന്നായിരിക്കും. സ്ക്വാഡ് ശക്തിപ്പെടുത്തുന്നുണ്ടോ അത് ഉടനെ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം പതിവ് പോലെ തന്നെയാവും പോവുക. വെയിറ്റ് ആൻഡ് സീ, വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം. പിന്നെ പറയാം വൈകിയാണ് എത്തിയത്, സിങ്ക് ആവുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഇമ്മീഡിയറ്റ്ലി വേണം. മഞ്ഞപ്പട ആവശ്യപ്പെടുന്നതും അത് തന്നെയല്ലേ, ചേഞ്ച് ഉണ്ടാവണം. അത് പക്ഷേ റിസൾട്ട് ഉണ്ടാവുന്ന ചേഞ്ച് ആവണം, ചേഞ്ചിന് വേണ്ടിയുള്ള ചേഞ്ച് ആവരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.